അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമ തൗബ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നത് ആരുടേത് മാത്രം? ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ. അല്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അറിവില്ലാതെ തെറ്റ് ചെയ്യുന്ന ആളുകൾ. സുമ്മ യതൂബൂന മിൻ ഖരീബിൻ, എന്നാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളുടെ തൗബയാണ് അള്ളാഹുവിന് സ്വീകരിക്കാൻ ബാധ്യതയുള്ളത്. ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല സുമ്മ യതൂബൂന മിൻ ഖരീബ്. ജഹാലത്ത് കൊണ്ട്, അറിവില്ലാതെ തെറ്റ് ചെയ്യുക, എന്നാൽ അത് ഹക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്താൽ അവരുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യത ഏറ്റിട്ടുണ്ട്. എന്നാൽ വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിഅത്ത്, എന്ന ചില ആളുകളുണ്ട്, അവരിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അങ്ങനെ അവർക്ക് മരണം വരുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പറയാണ്, ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തൗബ സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, അതേപോലെ തന്നെ സത്യനിഷേധികളായിക്കൊണ്ട് സത്യനിഷേധത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തൗബ ചെയ്താൽ ആ തൗബയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ അറിവില്ലാതെ തെറ്റ് ചെയ്യലാണ്, അങ്ങനെയുള്ള ആളുകളുടെ പശ്ചാത്താപമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും, ഒരു ഹറാമാണെന്ന് അറിയുന്ന ഒരാൾ ആ ഹറാമ് ചെയ്താൽ അയാൾക്ക് തൗബയുണ്ടാവുകയില്ലേ? ഒരാൾക്ക് കള്ളു കുടിക്കൽ ഹറാമാണെന്നറിയാം, എന്നാലും അയാളത് ചെയ്തു. എന്നാൽ അള്ളാഹു പറയുന്നത് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, അറിവില്ലാതെ തെറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ അറിവില്ലാതെ തെറ്റ് ചെയ്തവന് മാത്രമാണോ തൗബ? തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്താലോ? വ്യഭിചാരം തെറ്റാണെന്നറിയാം എന്നിട്ട് വ്യഭിചരിച്ചു, മദ്യപിക്കൽ തെറ്റാണെന്നറിയാം മദ്യപിച്ചു, പലിശ പാടില്ലെന്നറിയാം പലിശയുമായി ബന്ധപ്പെട്ടു, എങ്കിൽ അയാൾക്ക് തൗബയില്ലേ? തീർച്ചയായുമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു, ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല എന്ന് പറഞ്ഞാൽ കുല്ലു മൻ അസാ റബ്ബഹു ഫഹുവ ജാഹിലുൻ, കുല്ലു മൻ അസാ റബ്ബഹു ഫഹുവ ജാഹിലുൻ ഹത്താ യൻസിഅ അൻ മഅസിയതിഹി. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനൊക്കെ ജാഹിലാണ്, അവൻ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും. കാരണം അത് മറ്റൊരു ജഹാലത്ത് നിന്നുണ്ടായതാണ്. അപ്പോൾ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംഗതി ഹറാമാണോ ഹലാലല്ലേ എന്ന തിരിച്ചറിവ് മാത്രമല്ല, അതിനപ്പുറത്ത് വേറെയും ചില ഇൽമുകളുണ്ട്. ആ ഇൽമ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ആ ഹറാമ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നവനൊക്കെ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ജാഹില് തന്നെയാണ്, തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ജാഹില് തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ്യഭിചാരിയായ ഒരാൾ ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല, മുഅ്മിനായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല. കാരണം ശരിയായ ഇൽമും ഈമാനും അയാളിൽ നിന്ന് ആ സമയത്ത് ഉയർത്തപ്പെടുമ്പോഴാണ് അയാൾ ആ ഹറാമ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്തു പോയ ഒരാൾക്ക് തൗബയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അയാൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം അതിൽ മറ്റൊരു പാഠം കൂടിയുണ്ട്. ശരിയായ ഇൽമുള്ള ആളുകൾ പരമാവധി ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കും. ശരിയായ ഇൽമ് അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ് എന്ന് പറഞ്ഞാൽ, ശരിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ് ശരിയായ അറിവ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പലപ്പോഴും തെറ്റുകളുടെ ആധിക്യത്തിനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ തൗബത്തുൻ നസൂഹിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാമത്തെ കാര്യം ശരിയായ ഇൽമാണ്, ശരിയായ അറിവാണ്. ആ അറിവ് നമ്മൾ നേടണം. ആ ശരിയായ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താൻ ആവശ്യമായതെന്താണ്?
പരിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥസഹിതമുള്ള പാരായണം, ഇൽമിയായ സദസ്സുകളിൽ പങ്കെടുക്കൽ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, നരകത്തെ സംബന്ധിച്ചുള്ള പേടി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കൽ, നല്ല മനുഷ്യന്മാരുമായി കൂട്ടുകൂടൽ, ഇതേപോലെയുള്ള സംഗതികളിലൂടെ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ സാധിക്കുന്നതാണ്. അല്ലാഹു അലം.